2020 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ വിഷയം എന്തായിരുന്നു? ഉത്തരം: ആരോഗ്യത്തിനായുള്ള യോഗ, വീട്ടിലെ യോഗ. 2015 മുതലാണ് ജൂൺ 21 യോഗാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. അടുത്തിടെ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച പുരാതന ബുദ്ധമത കേന്ദ്രം ചൗഖണ്ഡി സ്തൂപം ഉത്തർപ്രദേശിലെ സാരാനാഥിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2019 ജൂണിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതിനെ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ചത്. മിനി ഖജുരാഹോ എന്നറിയപ്പെടുന്ന മാർക്കണ്ഡേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഗാഡ്ചിരോലി ജില്ലയിലെ വൈൻഗംഗ നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിദർഭയിലെ ഖജുരാഹോ എന്നും ഇതറിയപ്പെടുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ക്ഷേത്രത്തിന്റെ പുനഃസ്ഥാപനം ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് നമ്മുടെ കറണ്ട് അഫെയർ ആയിട്ട് വരുന്നത്. കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി സ്മൃതി ഇറാനി അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത ടൈറ്റൻവാല മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം: രാജസ്ഥാൻ. രാജസ്ഥാനിലെ ബഗ്രുവിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. സ്വാഭാവിക നിറങ്ങളോടെ അച്ചടിക്കുന്ന പരമ്പരാഗത സാങ്കേതിക വിദ്യകളിലൊന്നാണ് ചിപ്പ കമ്മ്യൂണിറ്റിയുടെ ബഗ്രു പ്രിന്റിംഗ്. ഇതാണ് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നത്. സൂരജ് നാരായൺ ടൈറ്റൻവാലയാണ് ഈ മ്യൂസിയം സ്ഥാപിക്കാനായി മുൻകൈയെടുത്തത്. 2021 100 വർഷം തികയുന്ന കേരളത്തിലെ പ്രസിദ്ധമായ കലാപം മലബാർ കലാപം. മാപ്പിള കലാപം, മലബാർ ലഹള, ഖിലാഫത്ത് സമരം എന്നെല്ലാം അറിയപ്പെടുന്ന മലബാർ കലാപം 1921 ഓഗസ്റ്റ് മാസം മുതൽ 1922 ഫെബ്രുവരി വരെ മലബാർ ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ചാണ് ഉണ്ടായത്. അടുത്തിടെ തമിഴ്നാട്ടിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ 23 വർഷത്തിന് ശേഷം കുംഭാഭിഷേകം എന്ന ചടങ്ങ് നടന്നു. ഏതാണ് ആ ക്ഷേത്രം? തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം. പെരിയ കോവിൽ, രാജരാജേശ്വര ക്ഷേത്രം, രാജരാജേശ്വരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം തമിഴ് രാജാവ് രാജരാജ ചോളൻ ഒന്നാമൻ നിർമ്മിച്ചതാണ്. ആചാരപരമായ ശുദ്ധീകരണ പ്രക്രിയയെക്കുറിച്ച് ഒരു പഴയ വാദം തീർപ്പാക്കിയ ശേഷമാണ് ചടങ്ങ് നടന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ ശാസ്ത്രീയ സംഗീതമേളയായ ടാൻസൻ സമാരോഹ് ആഘോഷിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഉത്സവത്തിന്റെ 95ാം വർഷമാണിത്. മധ്യപ്രദേശിലെ ഗ്വാളിയോർ ജില്ലയിലെ ബഹത് ഗ്രാമത്തിൽ ഇന്ത്യൻ ചരിത്രത്തിലെ മികച്ച ഗായകരിൽ ഒരാളായ മിയാൻ ടാൻസന്റെ സ്മരണയിലാണ് ഇത് ആഘോഷിക്കുന്നത്. ആകാശവാണിയുടെ ആദ്യ സംസ്കൃത വാർത്താ പരിപാടിയുടെ പേര് സംസ്കൃത സപ്താഹികി. 2020 ജൂലൈ 4 മുതലാണ് ഈ പരിപാടി തുടങ്ങിയത്. ആഗോള വിദ്യാഭ്യാസ നിരീക്ഷണ റിപ്പോർട്ട് പുറത്തിറക്കുന്നത് ഏത് ഏജൻസിയാണ്? ഉത്തരം: യുനെസ്കോ. അടുത്തിടെ ആഗോള വിദ്യാഭ്യാസ നിരീക്ഷണ റിപ്പോർട്ട് 2020 പ്രകാശനം ചെയ്തു. കോവിഡ്-19 വ്യാപനം ലോകമെമ്പാടും വിദ്യാഭ്യാസ അസമത്വം വർദ്ധിപ്പിച്ചതായി ഈ റിപ്പോർട്ട് എടുത്തുകാട്ടി. അടുത്തിടെ അന്താരാഷ്ട്ര വിമാനത്താവളമായി അംഗീകരിക്കാൻ തീരുമാനിച്ച കുശിനഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ജൂൺ 24 കുശിനഗർ വിമാനത്താവളത്തിന്
അന്താരാഷ്ട്ര വിമാനത്താവളമായി അംഗീകാരം നൽകാൻ തീരുമാനിച്ചത്. മഹാത്മാഗാന്ധി സ്മൃതി മ്യൂസിയം സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന കേരളത്തിലെ സ്ഥലം പയ്യന്നൂർ. കണ്ണൂർ ജില്ലയിലെ പെരുമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പയ്യന്നൂർ താലൂക്ക് സ്വാതന്ത്ര്യസമരത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തിന് ഗാന്ധിജിയുമായുള്ള ബന്ധം മുൻനിർത്തിയാണ് സ്മൃതി മ്യൂസിയം അവിടെ സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചത്. പത്മശ്രീ സമ്മാനിതയായ മൂഴിക്കൽ പങ്കജാക്ഷി ഏത് കലാരൂപത്തിലൂടെയാണ് പ്രശസ്തയായത്? ഉത്തരം നോക്കുവിദ്യാ പാവകളി. അടുത്തിടെ GI ടാഗ് ലഭിച്ച കോവിൽപ്പെട്ടി കടലമിഠായി ഏത് സംസ്ഥാനത്തേതാണ്? ഉത്തരം തമിഴ്നാട്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലാണ് കോവിൽപ്പെട്ടി. 5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കോവിൽപ്പെട്ടി കടലമിഠായിക്ക് GI ടാഗ് ലഭിച്ചത്. അന്താരാഷ്ട്ര തദ്ദേശീയ ഭാഷാ വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 2019. സോ ദിസ് ഇസ് ദ എൻഡ്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ സ്റ്റേ സേഫ്. ബൈ.